Dear students, today we are dealing with the topic 5-year plans in India. So 5-year plans of India from 1947 to 2017, we can see that the Indian economy was premised on the concept of planning. So 1947 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു പ്ലാനിംഗ് സിസ്റ്റം, ഒരു 5-year പ്ലാൻ സിസ്റ്റം ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 1947 ഇൻഡിപെൻഡൻസിന് ശേഷം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാനിംഗ് സിസ്റ്റം നമ്മുടെ ഇക്കോണമിയിലുണ്ട്. It was developed, executed and monitored by Planning Commission till 2014, and after that 2015 onwards Niti Aayog replaced this Planning Commission, and in this commission Prime Minister is the ex officio chairman and there will be a deputy chairman with a cabinet rank. So Montek Singh Advalia was the last deputy chairman of the commission, and he has resigned in 2014. So 12th പ്ലാൻ ആണ് അവസാനത്തെ പ്ലാൻ. അത് 2017 ടെർമിനേറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പുതിയ ഗവൺമെൻറ് നിലവിൽ വരികയും 2015 മുതൽ 2014 ശേഷം പുതിയൊരു 5-year പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടില്ല. എക്സിസ്റ്റ് ചെയ്തിരുന്നത് 12th 5-year പ്ലാൻ ആണ്. അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത് 2017 അതിനുശേഷം നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തു. നീതി ആയോഗ് എന്ന് പറയുന്ന ടേമിൻ്റെ എക്സ്പാൻഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. സോ ഇറ്റ് റീപ്ലേസ്ഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ 2017 ശേഷം പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ 5-year പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. 2014 ശേഷം പുതിയ പ്ലാനുകളൊന്നും കമൻസ് ചെയ്യപ്പെട്ടതുമില്ല. Now Planning Commission. So after independence, Economic Program Committee was formed by All India Congress Committee. So പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെയർമാൻഷിപ്പിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഇക്കോണമിനെ മൊത്തത്തിലൊന്ന് റിവൈവ് ചെയ്യുക, ഒന്ന് റീഫോം ചെയ്തെടുക്കുക, എല്ലാ മേഖലകളെയും റിവൈവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രോഗ്രാം, ഇക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി 1948 അവരൊരു റെക്കമെൻഡേഷൻ വെച്ചു. ദർ ഷുഡ് ബി എ പ്ലാനിംഗ് കമ്മീഷൻ, ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷൻ 1948 ഈ ഒരു പ്ലാനിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചു. ആൻഡ് ദിസ് പ്ലാനിംഗ് കമ്മീഷൻ വിൽ ബി ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. 5-year പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് പ്ലാനിംഗ് കമ്മീഷനെ സജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1952 ഫോം ചെയ്ത ഒരു കൗൺസിലാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, presided over by the Prime Minister. So this National Development Council is the apex body for decision creating and deliberations on development matters in India. രാജ്യത്തെ ഡെവലപ്മെൻറ്റ് മാറ്റേഴ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് ആണ്. അപ്പോൾ ഈ 5-year പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് ഈ പറഞ്ഞ കൗൺസിലാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ 5-year പ്ലാൻ ഓരോ 5 വർഷത്തേനും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓരോ 5-year പ്ലാനുകളും ഫൈനൽ അപ്രൂവൽ അത് ചെക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ച് അപ്രൂവൽ കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആണ്. Then we have to check or we have to go through all these 5-year plans. So first 5-year plan was made from 1951 to 56. അതാണ് ഫസ്റ്റ് 5-year പ്ലാൻ്റെ കാലഘട്ടം. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഹാരോ-ഡോമർ മോഡൽ. ഹാരോ-ഡോമർ മോഡൽ ഒരു ഗ്രോത്ത് മോഡലാണ്. ആ ഒരു ഹാരോ-ഡോമർ മോഡലിൻ്റെ ബേസിസ് ഇതാണ്. ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിനെയും പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിനെയും ആണ് എന്നുള്ളതാണ് ഹാരോ-ഡോമർ മോഡൽ പറയുന്നത്. ആ ഒരു ഹാരോ-ഡോമർ മോഡൽ പിന്തുടർന്നാണ് ഫസ്റ്റ് 5-year പ്ലാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊഡക്ടിവിറ്റിക്കും കാര്യമായ പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ടുള്ള ഫോക്കസ് അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ദിസ് പ്ലാൻ വാസ് സക്സസ്ഫുൾ ആൻഡ് അച്ചീവ്ഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് 3.6%. അപ്പോൾ എല്ലാ പ്ലാനിലും ഒരു ടാർഗറ്റ് വെക്കുന്ന ഒരു ഗ്രോത്ത് റേറ്റ് കാണും. അപ്പോൾ ചില പ്ലാനിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യും, ചിലതിൽ അച്ചീവ് ചെയ്യില്ല. അച്ചീവ് ചെയ്യുന്ന പ്ലാനുകളൊക്കെ സക്സസ്ഫുൾ പ്ലാൻ ആയിരിക്കും. അപ്പോൾ ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു,
ടാർജറ്റിനേക്കാൾ കൂടിയ 3.6% ഗ്രോത്ത് റേറ്റ് ഈ ഒരു 5-year പ്ലാൻ അച്ചീവ് ചെയ്തു. സോ ദ പ്ലാൻ വാസ് സക്സസ്ഫുൾ. Then second 5-year plan was made from 1956 to 61. 56 തൊട്ട് 61 വരെയായിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ PC Mahalanobis മോഡൽ. മഹൽനോബിസിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ മഹൽനോബിസ് മോഡൽ, ദാറ്റ് മോഡൽ അഡ്വക്കേറ്റഡ് പ്ലാനിങ് ഷിഫ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീസ്. മഹൽനോബിസ് മോഡലിൽ പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് ഒരു ഷിഫ്റ്റ്, പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് കൊടുക്കണമെന്നുള്ളതാണ് മഹൽനോബിസ് മോഡൽ പറയുന്നത്. ആ ഒരു മോഡലിന് പ്രാധാന്യം, ആ ഒരു മോഡലിനെ ബേസ് ചെയ്താണ് സെക്കൻഡ് 5-year പ്ലാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ആയിരുന്നു. ആൻഡ് ദ പ്ലാൻ വാസ് സക്സസ്ഫുൾ. ഗ്രോത്ത് റേറ്റ് 4.1% അച്ചീവ് ചെയ്തു. തേർഡ് 5-year പ്ലാൻ 1961 to 66 പീരീഡിലാണ്. ആൻഡ് ദ പ്ലാൻ ഇസ് ഓൾസോ കോൾഡ് ഗാഡ്ഗിൽ യോജന. മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇക്കോണമിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, സെൽഫ് റിലയൻ്റ് ആക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്ലാനിൽ പ്രാധാന്യം കൊടുത്തത്. ഈ ഒരു കാലഘട്ടത്തിൽ ചൈന വാർ വരികയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാര്യമായിട്ടൊരു ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു തേർഡ് 5-year പ്ലാൻ കഴിഞ്ഞപ്പോൾ ചൈന വാറൊക്കെ വന്നു, നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഒരു 3 വർഷ കാലഘട്ടം പ്ലാൻ ഹോളിഡേ ആയിട്ട് കണക്കാക്കപ്പെട്ടു. 66, 67, 67, 68, 68, 69 ഈ 3 വർഷങ്ങളിലും നമ്മൾ ആനുവൽ പ്ലാൻ, ഓരോ വർഷത്തേന് വേണ്ടിയുള്ള ഒരു ആനുവൽ പ്ലാൻ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ ഒരു 5-year പ്ലാൻ ഈ ഒരു 3 വർഷത്തേക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 66 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻഡോ പാകിസ്ഥാൻ വാർ വന്നു. അതുപോലെ തന്നെ തേർഡ് 5-year ചൈന വാറിൻ്റെ ഫലമായിട്ട് തേർഡ് 5-year പ്ലാൻ ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു പ്ലാൻ ഹോളിഡേ അവിടെ നിലവിൽ വന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വാറൊക്കെ വന്നു. അതിൻ്റെ ഫലമായിട്ടും കൂടി ഭയങ്കരമായിട്ടുള്ള ഫുഡ് ക്രൈസിസ്, ഭക്ഷ്യക്ഷാമം വരികയും വീണ്ടും പ്ലാനിങ്, ഈ പറഞ്ഞ ഓരോ ആനുവൽ പ്ലാനിലും അഗ്രികൾച്ചർ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിലാണ് 1966 കാലഘട്ടങ്ങളിലാണ് ഗ്രീൻ റവല്യൂഷൻ ഫൗണ്ട് ചെയ്തത്. ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, എക്സ്റ്റെൻസീവ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യുകയും അഗ്രികൾച്ചർ മേഖലയ്ക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ദെൻ ഫോർത്ത് 5-year പ്ലാൻ. അപ്പോൾ ഈ ഒരു 3 വർഷം ആനുവൽ പ്ലാനുകളായിരുന്നു. പ്ലാൻ ഹോളിഡേ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഫോർത്ത് 5-year പ്ലാൻ നിലവിൽ വന്നു. 1969 മുതൽ 74 വരെ പ്രധാനമായിട്ടും 2 ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഒന്ന് സ്റ്റേബിൾ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുക, സ്വയം പര്യാപ്തതയിൽ സെൽഫ് റിലയൻസിൽ എത്തുക. ഡ്യൂറിങ് ദിസ് പീരീഡ് the slogan of Garibi Hatao is given during 1971 election by ഇന്ദിരാഗാന്ധി. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തതയിൽ എത്തുക, സെൽഫ് റിലയൻസ് അറ്റൈൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗരീബി ഹട്ടാവോ എന്നുള്ളൊരു സ്ലോഗൻ കൊണ്ടുവരികയും ഈ ഒരു 1971 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഈ ഒരു സ്ലോഗൻ കൊണ്ടുവന്നു. ഈ പ്ലാനും ഫെയിലിയർ ആയിരുന്നു. ടാർജറ്റ് 5.7% ഗ്രോത്ത് റേറ്റ് ആയിരുന്നു. പക്ഷേ 3.3% മാത്രമേ നമുക്ക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫിഫ്ത്ത് 5-year പ്ലാൻ 74 to 79. അഗെയിൻ ദ പ്ലാൻ ഗീവ് ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ സെക്ടർ. അതിനുശേഷം അഗ്രികൾച്ചർ സെക്ടറിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തു. അതിനുശേഷം ഇൻഡസ്ട്രി, മൈൻസ് അതിനെല്ലാം പ്രാധാന്യം കൊടുത്തു. ഈ ഒരു പ്ലാന് സക്സസ്ഫുൾ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടാർജറ്റായ 4.4%-നേക്കാൾ കൂടുതൽ 4.8% ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റി. ഈ ഒരു ഫിഫ്ത്ത് പ്ലാനിൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത് DP ധാർ എന്ന് പറഞ്ഞ ആളാണ് ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷേ 1978 ഈ ഒരു പ്ലാൻ ടെർമിനേറ്റ് ചെയ്ത് നിന്നുപോയി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ 79 വരെയായിരുന്നു ഈ പറഞ്ഞ ഫിഫ്ത്ത് 5-year പ്ലാൻ്റെ കാലഘട്ടം. പക്ഷേ 78 ആയപ്പോഴത്തേനും ഈ പ്ലാൻ സ്റ്റോപ്പ് ചെയ്തു പോയി. അപ്പോൾ ആ ഒരു 78-79 കാലഘട്ടം ഒരു വർഷം റോളിംഗ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു ആനുവൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഫിഫ്ത്ത് 5-year പ്ലാൻ ടെർമിനേറ്റ് ചെയ്യുകയും അതിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേനൊരു
റോളിംഗ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും 80 to 85 സിക്സ്ത് 5-year പ്ലാൻ വന്നു. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് പോവർട്ടി ഇറാഡിക്കേഷൻ, ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്, പോവർട്ടി റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ മേഖലയിൽ സ്വയം പര്യാപ്തത അറ്റൈൻ ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് യോജന, ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചസ്, ഗ്രോത്ത് മോഡലിലുള്ള മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കി. അവിടെ ടാർജറ്റ് എന്ന് പറയുന്ന 5.2% ആയിരുന്നു. ആൻഡ് ദ പ്ലാൻ വാസ് സക്സസ്ഫുൾ വിത്ത് മോർ ദാൻ ടാർജറ്റ് ഗ്രോത്ത് റേറ്റ് 5.7% ഗ്രോത്ത് റേറ്റ് അറ്റൈൻ ചെയ്തു. ദെൻ 7th 5-year പ്ലാൻ ഡ്യൂറേഷൻ ഫ്രം 85 to 90. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സെൽഫ് സഫീഷ്യൻറ്റ് ഇക്കോണമി ഫോർമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക. ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് ഈ പറഞ്ഞ പബ്ലിക് സെക്ടറിൻ്റെക്കാൾ കൂടുതൽ ഒരു പ്രയോറിറ്റി പ്രൈവറ്റ് സെക്ടറിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു സമയമാണ് ഈ 7th 5-year പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ ടാർജറ്റ് 5% ആയിരുന്നു, പക്ഷെ നമ്മൾ 6% ഗ്രോത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അറ്റൈൻ ചെയ്തു. ആൻഡ് ദ പ്ലാൻ വാസ് സക്സസ്ഫുൾ. ദെൻ ആനുവൽ പ്ലാൻ 8th 5-year പ്ലാൻ നമുക്ക് ആ ഒരു 85 കാലഘട്ടം 90 കാലഘട്ടത്തിന് ശേഷം കൊണ്ടുവരാൻ പറ്റിയില്ല. നമുക്കറിയാം 90s ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ ഇക്കോണമിയിൽ. വളരെ വോളറ്റൈൽ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 90 to 92 2 വർഷം 1991 92 2 വർഷം നമ്മൾ ആനുവൽ പ്ലാനാണ് ഫോർമുലേറ്റ് ചെയ്തത്. കാരണം സെൻറ്ററിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ കാര്യമായിട്ടൊരു പൊളിറ്റിക്കൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം 92 to 97 8th 5-year പ്ലാൻ വീണ്ടും നിലവിൽ വന്നു. ഹിയർ ദ ടോപ്പ് പ്രയോറിറ്റി വാസ് ഗിവൺ ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനെയുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യമുള്ള മേഖലകളിൽ ആണ് ഇവിടെ ഫോക്കസ് ചെയ്തത്. മെയിൻലി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഈ പറഞ്ഞ മേഖലകളൊക്കെയാണ് ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ വന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം 91 കാലഘട്ടത്തിൽ ന്യൂ ഇക്കണോമിക് പോളിസി, ഇക്കണോമിക് റീഫോംസ് ഒക്കെ നിലവിൽ വരികയും നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്ത് ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ദ പ്ലാൻ വാസ് സക്സസ്ഫുൾ വിത്ത് ഗ്രോത്ത് റേറ്റ് ഓഫ് 6.8%. 5.6 ആയിരുന്നു നമ്മുടെ ടാർജറ്റ് വെച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നമ്മൾ ഇച്ചിരി കുറച്ചാണ് ടാർജറ്റ് വെച്ചത്, പക്ഷേ നമുക്ക് 6.8% അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റി. Then comes the 9th 5-year plan from 97 to 2002. Main focus was growth with justice and equity. സോഷ്യൽ ജസ്റ്റിസും സോഷ്യൽ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരിക, ഇതായിരുന്നു പ്രധാനപ്പെട്ട ഫോക്കസ്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം 50th year of independence നമ്മൾ ലോഞ്ച് ചെയ്തു. ബട്ട് ദ പ്ലാൻ വാസ് ഫെയിലിയർ ടു അച്ചീവ് ദ ഗ്രോത്ത് ടാർജറ്റ് ഓഫ് 7%. ഇപ്പോൾ നമ്മൾ മുന്നുള്ള പ്ലാനിൽ 6.8% നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റി, നമ്മൾ കണ്ടു 8th 5-year പ്ലാനിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ടാർജറ്റ് വെച്ചു. 7% ആയിരുന്നു നമ്മുടെ ടാർജറ്റ്, പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ് 5.6 മാത്രമേ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then comes the 10th 5-year plan from 2002 to 2007. This plan aims to double the per capita income. Per capita income ഇരട്ടിയാക്കുക, അതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു 2017-18 ആകുമ്പോഴത്തേക്കും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം മാക്സിമം ഇൻക്രീസ് ചെയ്യുക, ഇരട്ടിയാക്കുക. അതുപോലെ തന്നെ പോവർട്ടി റേഷ്യോ ഒരു 15%-ലോട്ടെങ്കിലും കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുക 2012 ആകുമ്പോഴത്തേക്കും. അവിടെ ടാർജറ്റ് 8% ആയിരുന്നു, പക്ഷേ നമ്മൾ 7.2% അച്ചീവ് ചെയ്തുള്ളൂ. സ്റ്റിൽ നമ്മൾ നേരത്തെ 5.6-നേക്കാൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു, ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം. ദെൻ 11th 5-year പ്ലാൻ 2007 to 2012 സി രംഗരാജനാണ് അത് പ്രിപ്പയർ ചെയ്തത്. മെയിൻ തീം ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോഴത്തേക്ക് ഒരു ഇൻക്ലൂസീവ് കോൺസെപ്റ്റ് നിലവിൽ വരികയും ഇൻക്ലൂസീവ് ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തു, എല്ലാ മേഖലകളെയും ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി. അവിടെ ടാർജറ്റ് 8.1% ആയിരുന്നു, പക്ഷേ നമുക്ക് 7.9 അടുത്തെത്തി, എന്നാലും 7.9% നമ്മൾ അറ്റൈൻ ചെയ്തുള്ളൂ. ദെൻ ദ ലാസ്റ്റ് 5-year പ്ലാൻ 12th 5-year പ്ലാൻ 2012-17 ആയിരുന്നു അതിൻ്റെ പീരീഡ്. അപ്പോൾ ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഗ്രോത്ത് 11th കണ്ടിന്യൂഷനായിട്ട് ഒരു ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തു. ടാർജറ്റ് 8% ആയിരുന്നു. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ.
ആൻഡ് ദ മേജർ ഒബ്ജക്റ്റീവ്, ഈ ഒരു ലാസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 50 മില്യൺ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോൺ ഫാം സെക്ടറിൽ കൊണ്ടുവരിക, ജെൻഡർ ആൻഡ് സോഷ്യൽ ഗ്യാപ്പ് ഇൻഇക്വാളിറ്റീസ് എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ സ്കൂൾ എൻറോൾമെൻറ്റിലൊക്കെ ജെൻഡർ സോഷ്യൽ ഗ്യാപ്പുകൾ റിമൂവ് ചെയ്യുക, ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ഇൻക്രീസ് ചെയ്യുക, മാൽന്യൂട്രീഷൻ എമംഗ് ചിൽഡ്രൻ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാൽന്യൂട്രീഷൻ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുക, എല്ലാ വില്ലേജസിനും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ റൂറൽ പോപ്പുലേഷൻ 50% റൂറൽ പോപ്പുലേഷനെങ്കിലും ഡ്രിങ്കിങ് വാട്ടർ ആക്സസിബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഗ്രീൻ കവർ, ആ ഒരു ഗ്രീൻ ഇക്കോണമി കോൺസെപ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഗ്രീൻ കവർ ബൈ 1 മില്യൺ ഹെക്ടർ, ഓരോ വർഷവും 1 മില്യൺ ഹെക്ടർ എങ്കിലും ഗ്രീൻ കവർ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ ബാങ്കിങ് സർവീസസ് ഇൻക്ലൂസീവ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ബാങ്കിങ് സർവീസ് 90% ഹൗസ് ഹോൾഡ്സിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ദിസ് 12th 5 ഇയർ പ്ലാൻ 2017 വരെ ആയിരുന്നു അതിൻ്റെ പീരീഡ്. അതിൻ്റെ ഇടയ്ക്ക് 2014 പുതിയ ഗവൺമെൻറ് വരികയും പ്ലാനിംഗ് കമ്മീഷനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. നീതി ആയോഗ് 2015 മുതൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു 2017 വരെ 12th 5 ഇയർ പ്ലാൻ കണ്ടിന്യൂ ചെയ്തു. അതോടുകൂടി 5 ഇയർ പ്ലാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാൻ എന്നുള്ളൊരു കോൺസെപ്റ്റും ഏകദേശം ഫിനിഷ് ചെയ്തു. So this is just a summary of all the 5 year plans. First plan 51 to 56, second plan 56 to 61, third 61 to 66. അതിൻ്റെ ടാർഗറ്റ് ഗ്രോത്തും അച്ചീവ്ഡ് ഗ്രോത്തും ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 4th 5 ഇയർ പ്ലാൻ 69 സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം അവിടെ ഒരു പ്ലാൻ ഹോളിഡേ വന്നിരുന്നു. ദെൻ 74 5th 5 ഇയർ പ്ലാൻ, 86th 5 ഇയർ പ്ലാൻ, ദെൻ 7th പ്ലാൻ 85, 90, പിന്നെയും 2 വർഷം ഒരു പ്ലാൻ ഹോളിഡേ വന്നു. 8th പ്ലാൻ 92 സ്റ്റാർട്ട് ചെയ്തു. 9th പ്ലാൻ ഫ്രം 97, 10th പ്ലാൻ 2002, 11th പ്ലാൻ 2007 ആൻഡ് ലാസ്റ്റ് 5 ഇയർ പ്ലാൻ 12th പ്ലാൻ ഫ്രം 2012 to 2017. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് പ്ലാനിംഗ് കമ്മീഷൻ. നൗ പുതിയൊരു സിസ്റ്റം വന്നു, നീതി ആയോഗ് ഫോർമുലേറ്റ് ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി എന്നുള്ള ആ ഒരു ടേമിൻ്റെ എക്സ്പാൻഷൻ. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2015 January 1, റിപ്ലേസിങ് ദ 65 years ഓൾഡ് പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ 65 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനെയാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടത്. പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അവിടെ ചെയർപേഴ്സൺ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗവേണിംഗ് കൗൺസിൽ ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഈ ഒരു നീതി ആയോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബോട്ടം ലെവൽ അപ്രോച്ചാണ് അവർ ഫോളോ ചെയ്തത്. എല്ലാ സ്റ്റേറ്റും ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാ സ്റ്റേറ്റിലെയും റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നീതി ആയോഗ് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു 5 ഇയർ റോഡ് മാപ്പ് അത് ആദ്യം ഫോർമുലേറ്റ് ചെയ്യും. ഒരു 7 ഇയർ വിഷൻ സ്ട്രാറ്റജി ആക്ഷൻ പ്ലാൻ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മെയിൻലി ദർ ആർ 2 ഒബ്ജക്റ്റീവ്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അറ്റൈൻ ചെയ്യുക, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം നിലവിൽ കൊണ്ടുവരിക. അതാണ് ബോട്ടം ടു ടോപ്പ് അപ്രോച്ച്. ഏറ്റവും താഴെ നിന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ടോപ്പിലോട്ട്, ഏറ്റവും ലോ ലെവൽ ഇക്കോണമിയിലെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് ആ രാജ്യത്തിൻ്റെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുന്ന ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റുകൾ തമ്മിലൊക്കെ ഒരു കോമ്പറ്റീഷൻ, ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ, എല്ലാ സ്റ്റേറ്റിൻ്റെയും റെപ്രസെൻറ്റേഷൻ കൺസിഡർ ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചർ 3 ഇയർ ആക്ഷൻ പ്ലാൻ, 7 ഇയർ സ്ട്രാറ്റജി പ്ലാൻ, ദെൻ ഒരു 15 ഇയർ വിഷൻ പ്ലാൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. So as an optimistic feeling, we can expect that the future of the economic planning will be different and will be better from the past situations. And the functions of Niti Aayog, state in the involvement, decision making process, state involvement increase by cooperative federalism. അതുപോലെ തന്നെ ഇന്നൊവേഷൻ, നോളജ്, എൻ്റർപ്രനോറിയൽ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഇൻക്രീസ് ചെയ്യുക, ഒരു കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റി ഫോർമുലേറ്റ് ചെയ്യുക. നാഷണൽ സെക്യൂരിറ്റി, ഇക്കണോമിക് സ്ട്രാറ്റജിയിലും പോളിസി മേക്കിങ്ങിലും നാഷണൽ സെക്യൂരിറ്റി ഫോം ചെയ്യുക. ദെൻ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിസോഴ്സ് സെൻറ്റർ ഫോർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ സസ്റ്റൈനബിൾ ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊമോട്ട് ഗുഡ് ഗവേണൻസ്, വില്ലേജ് ലെവൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ ടെക്നോളജി അപ്ഗ്രഡേഷൻ,
എക്കണോമിക് പോളിസിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ടെക്നോളജി അപ്ഗ്രഡേഷൻ മാക്സിമൈസ് ചെയ്യുക. ദെൻ സ്ട്രാറ്റജി ആൻഡ് ലോങ് ടേം പോളിസീസ്, അത് ലോങ് ടേം പോളിസി കൊണ്ടുവരിക, അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. സോ ഇതായിരുന്നു നീതി ആയോഗിൻ്റെ ഫങ്ഷൻസ്. So this is all about the 5-year plans and the later Niti Aayog commissioned in India. Thank you.